പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് താരീഖിലെ 7ാം ക്ലാസ്സിലെ താരീഖിലെ 2ാമത്തെ പാഠമാണ്. കർബലയിൽ അണഞ്ഞ താരം എന്നുള്ളതാണ്. കർബലയിൽ അണഞ്ഞ താരം എന്ന് പറഞ്ഞാൽ ബഹുവന്യനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടുള്ള പാഠമാണ്. 1ാമത്തെ പാഠം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടുള്ളതായിരുന്നെങ്കിൽ 2ാമത്തെ പാഠം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടുള്ളതാണ്. പെട്ടെന്ന് പോകാൻ നോക്ക്. കർബല യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും സങ്കടകരമായ ഒരു സംഭവമായിരുന്നു കർബല യുദ്ധം. ഹിജ്റ 61 നടന്ന കർബല യുദ്ധം വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കിയ യുദ്ധമാണ്. അത് ഇപ്പോഴും വിവരിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. ഹിജ്റ 61 കർബല യുദ്ധം നടക്കുന്നത്. നബി തങ്ങളുടെ പേരക്കുട്ടിയും ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും നിഷ്കരുണം ആരാണ് വധിച്ചത്? ഇറാഖിലെ ഗവർണർ ഉബൈദുല്ലാഹ് ബിൻ സിയാദിൻ്റെ സൈന്യം വധിച്ചു കളഞ്ഞ സംഭവമാണത്. ഇറാഖിലെ ഗവർണറുടെ സൈന്യം നിഷ്കരുണം വധിച്ചു കളഞ്ഞ സംഭവമാണത്. മുഹറം 10 ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഹിജ്റ 61 മുഹറം 10 ആ സംഭവം അരങ്ങേറിയിട്ടുള്ളത്. എന്താണ് ആ സംഭവം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം. മുആവിയ റളിയല്ലാഹു അൻഹു തൻ്റെ പിൻഗാമിയായി തൻ്റെ മകൻ യസീദിനെ പകരക്കാരനായി പ്രഖ്യാപിച്ചതിൽ എതിരുണ്ടായിരുന്ന കൂഫയിലെ ജനങ്ങൾ എന്ത് ചെയ്തു? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കാൻ കൂഫയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും വളരെ സിമ്പിളാണ്. മുആവിയ റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ യസീദിനെ പകരക്കാരനായി കൂഫയിൽ എന്ത് ചെയ്തു? ഗവർണറായി നിയോഗിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ ആക്കുന്നതിൽ എതിർപ്പുണ്ടായപ്പം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തു? കൂഫയിലേക്ക് ക്ഷണിച്ചു. പലരും നിരുത്സാഹപ്പെടുത്തി, അങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞു. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് പോയി. പോകുമ്പോൾ എന്ത് ചെയ്തു? കുടുംബത്തെയും കൂടെ കൂട്ടി. പക്ഷേ കൂഫക്കാർ വാക്കുമാറി. കൂഫക്കാർ പറഞ്ഞു നിങ്ങൾ പോരി എന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ കൂഫക്കാർ എന്ത് ചെയ്തു? വാക്കുമാറി. അങ്ങനെ അതിനെ തുടർന്ന് അവരെന്ത് ചെയ്തു? പിന്നെ തിരിച്ചു പോരുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കുടുംബവും ഉബൈദുല്ലാഹ് ബിൻ സിയാദിൻ്റെ വൻ സൈന്യത്തിനു മുൻപിൽ എത്തിപ്പെട്ടു. തിരിച്ചു പോരുന്ന സമയത്ത് അവർ ആ സൈന്യത്തിന് മുൻപിൽ എത്തിപ്പെട്ടു. തുടർന്ന് ഒരു യുദ്ധസമാന സാഹചര്യം ഉണ്ടായി. യുദ്ധം എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കുടുംബവും മാത്രമേ ഉള്ളത്. പിന്നെ കുറച്ച് അനുചരന്മാരും. അതൊരു യുദ്ധമായിട്ട് കണക്കാക്കാൻ പോലും സാധിക്കില്ല. പക്ഷേ അവിടെ ഒരു യുദ്ധം നടന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും തൻ്റെ കുടുംബത്തിലെ 16 പേരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. കർബല എന്ന് പറഞ്ഞാൽ എവിടെയാണ്? യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല എന്ന് പറഞ്ഞാൽ. ഓക്കെ. പിന്നെ ഹിജ്റ 4ാം വർഷം ഷഅബാനിലായിരുന്നു മദീനയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഹിജ്റ 4ാം വർഷമാണ് അവർ ജനിച്ചത്. പിന്നെ ഹിജ്റ 61 അവർ വഫാത്താകുന്നത്. പിന്നെ മകളുടെ പ്രസവ വിവരം അറിഞ്ഞ നബിതങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അവർ കുട്ടിക്ക് ഹർബ് എന്ന പേരിട്ടിരുന്നു. അഥവാ നബിതങ്ങൾ ഫാത്തിമ ബീവിയുടെ പ്രസവം അറിഞ്ഞ നബിതങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഹർബ് എന്ന പേര് കുട്ടിക്ക് ഇട്ടു. നബിതങ്ങൾ അത് മാറ്റി എന്ത് ചെയ്തു? ഹുസൈൻ എന്നാക്കി. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ നബിയോട് സാദൃശ്യമുള്ള ആളായിരുന്നു. അതേപോലെ 2 പേരും നബിതങ്ങൾക്ക് വലിയ ഇഷ്ടവുമായിരുന്നു. നബിതങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾ അത്രമേൽ നബിതങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും.